ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡബിൾ ഇൻറ്റഗ്രൽ എങ്ങനെ വാലുവേറ്റ് ചെയ്യാം, പിന്നെ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ഹോംവർക്ക് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങളിപ്പം ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 112 ആണ് അല്ലേ. അതായത് ഇൻറ്റഗ്രൽ മാറ്റിയുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ആയിരുന്നു. അതായത് ഇൻറ്റഗ്രൽ 1 to 3, ഇൻറ്റഗ്രൽ 2 to 4, 40 - 2xy dy dxും ആൻഡ് ഇൻറ്റഗ്രൽ 2 to 4, ഇൻറ്റഗ്രൽ 1 to 3, 40 - 2xy dx dy എന്നുമാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ നിങ്ങൾ വാല്യുവേറ്റ് ചെയ്തപ്പോൾ 112 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴും ഈ ഇൻറ്റഗ്രൽസ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ സെയിം ആൻസർ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പം അത് ട്രൂ ആവണമെങ്കിൽ നമുക്കൊരു കണ്ടീഷനുണ്ട്, അതെന്താണെന്ന് നോക്കാം. സോ അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്, നമുക്കതിനെ ഫിബിനീസ് തിയറം എന്ന് പറയാം. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യാം. ഫിബിനീസ് തിയറം. സോ ഈ തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ലെറ്റ് ആർ ബി ദ റെക്റ്റാങ്കിൾ, let R be the rectangle defined by the inequalities a less than or is equal to x less than or is equal to b and c less than or is equal to y less than or is equal to d. If f of x comma y is continuous on this rectangle comma then ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻറ്റഗ്രൽ a to b ഇൻറ്റഗ്രൽ c to d f of x comma y dy dx is equal to integral c to d integral a to b f of x comma y dx dy equal to double integral over the rectangular region R f of x comma y d. എന്താ പറയുന്നത്, ഇവിടെ എന്ത് കണ്ടീഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ തന്നേക്കുന്ന റെക്റ്റാങ്കുലർ റീജിയനിൽ നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന എഫ് ഓഫ് എക്സ് എന്താവണം എന്നാണ് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഇൻറ്റഗ്രൽ സൈൻസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ രണ്ടിൻ്റെതും ഈക്വൽ ആവും. സോ ഈ ഒരു തിയറം നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഫിബിനീസ് തിയറം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു നോട്ട് പോലെ നമുക്കൊരു കാര്യം നോക്കാം. എഴുതിക്കോള് നോട്ട്. അതായത് ജോമെട്രിക്കലി ഈ ഡബിൾ ഇൻറ്റഗ്രൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. ജോമെട്രിക്കലി ടു ഫൈൻഡ് ഡബിൾ ഇൻറ്റഗ്രൽ മീൻസ് വി ആർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് എ സോളിഡ് ദാറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ എ പ്ലെയിൻ z is equal to എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന പ്ലെയിൻ കൊണ്ട് ബൗണ്ടഡ് എബവും ബിലോ ബൗണ്ടഡ് ബൈ അവർ റെക്റ്റാങ്കിൾ ആർ. ജോമെട്രിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കർവ് കാണും, പിന്നെ ഒരു റെക്റ്റാങ്കിൾ കാണും. ഇവർ രണ്ടും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ നമുക്ക് കിട്ടും. അതായത് ഒരു സോളിഡ് ഫിഗർ ആയിരിക്കും, നമുക്കൊരു 3 സ്പേസ് ആയതുകൊണ്ട് ഒരു സോളിഡ് ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ വോളിയം ഇവാലുവേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഡബിൾ ഇൻറ്റഗ്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട, പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ആർ എന്ന് പറഞ്ഞ റീജിയന് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും തരുന്നത്, ക്ലോസ്ഡ് ഇൻ്റർവെൽ ഇ കോമ ബി ക്രോസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ സി കോമ ഡി ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് എക്സ് കോമ വൈ സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഡി.
ഇങ്ങനെയായിരിക്കും റീജിയൻ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ ആർ എന്ന് പറയുന്നത് a less than or is equal to x less than or is equal to b, c less than or is equal to y less than or is equal to d. അപ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ആർ എന്ന് പറയുന്ന റീജിയൻ നമുക്ക് ഡിഫൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും നമുക്ക് കാര്യം കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ സോളിഡിൻ്റെ വോളിയം ബൗണ്ട് ചെയ്തേക്കുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കർവ് ഉണ്ട് നമുക്ക്, ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു കർവും ആൻഡ് ബൗണ്ടഡ് ബിലോ ബൈ എ റെക്റ്റാങ്കുലർ റീജിയനുമാണ്. അപ്പോൾ ഈ കർവ് നിങ്ങൾക്ക് പല രീതിക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ബൗണ്ടഡ് അബവ് ബൈ ദ റീജിയൻ ആർ എന്ന് പറഞ്ഞിട്ട്, ബൗണ്ടഡ് അബവ് ബൈ ദ കർവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കർവ് തരും. അപ്പം നമുക്ക് വേണ്ടത് എന്താ, ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ആ ഒരു ഫോമുലയാണ്. അപ്പോൾ ഈ തന്നേക്കുന്ന ഇക്വേഷനെ ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം തന്നെ നോക്കി, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ തന്നെ നോക്കി നമുക്ക് എന്ത് കിട്ടും, ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലേ കിട്ടുന്നത്. അതിൽ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി ഇതിന് എന്ത് ചെയ്യാം, നമുക്കൊരു ആർ എന്ന് പറഞ്ഞൊരു റീജിയൻ തരുവാണെങ്കിൽ അതിൽ ഡബിൾ ഇൻറ്റഗ്രൽ എടുക്കുക. അന്നേരം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു സോളിഡ് ഫിഗറിൻ്റെ വോളിയം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്, യൂസ് ഡബിൾ ഇൻറ്റഗ്രൽ to find the volume of the solid that is bounded above by the plane z is equal to 4 minus x minus y and below by the rectangle r is equal to 0 1 cross 0 2. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് ആ ഒരു ഫിഗറിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡബിൾ ഇൻറ്റഗ്രൽ വെച്ച് ഇവാലുവേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അവർ അതേപോലെ തന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് അങ്ങനെ അങ്ങ് എഴുതാം. ഞാനത് വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ഗിവൺ എന്താണ്, ഇസഡ് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് മൈനസ് വൈ, അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് കോമ വൈ. ഇനി ആറെന്ന് പറഞ്ഞ റീജിയൻ തന്നിട്ടുണ്ട് അല്ലേ. ആറെന്ന് പറഞ്ഞ റീജിയൻ എന്താ, 0,1 ക്രോസ് 0,2. ഇതിനർത്ഥം എന്താ, എക്സിൻ്റെ വേരിയേഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, 0 to 1ഉം വൈയുടെ വേരിയേഷൻ 0 to 2ഉമാണ്. അപ്പം ഇത് മീൻ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 1 ആണ്, ആൻഡ് 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, നിങ്ങൾ ഫസ്റ്റ് എക്സ് വൈ വെച്ച് ഡി എക്സ് ഡി വൈ കൊടുക്കണോ അതോ ഡി വൈ ഡി എക്സ് വേണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഈ തന്നേക്കുന്ന എഫ് ഓഫ് എക്സ് ഐ 4 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അല്ലേ. സോ ഫിബിനീസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതർ സൈഡിൽ നമ്മൾ ഇൻറ്റഗ്രൽ ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ തന്നെയായിരിക്കും, ഒരു ഫിക്സഡ് ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനപ്പോൾ ഒരു രീതിക്ക് ചെയ്യാം, നിങ്ങൾ മറ്റേ ഓപ്പോസിറ്റ് ഇൻറ്റഗ്രൽ വെച്ച്. ഇപ്പം ഞാൻ
എന്ത് വേണം? ഓക്കെ, ഞാൻ ഡി എക്സ് ഡി വൈ ചെയ്യാം, നിങ്ങൾ ഡി വൈ ഡി എക്സ് ചെയ്ത് നോക്ക്. അപ്പം സെയിം ആൻസറാണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് കമ്പയറും ചെയ്യാമല്ലോ. ഓക്കെ, സോ ഇൻറ്റഗ്രൽ 0 to 2 integral 0 to 1 4 minus x minus y dx dy. അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റാണ് 0 to 1. എക്സിൻ്റെ വേരിയേഷൻ 0 to 1 അല്ലേ, അതാണ് ഞാനിവിടെ ഈ എഴുതിയേക്കുന്നത്. ഇനി ഡി വൈക്ക് കറസ്പോണ്ടിങ് വൈയുടെ വേരിയേഷൻ 0 to 2, അതാണ് ഞാൻ പുറത്തോട്ടും എഴുതിയേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അകത്തെ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇൻറ്റഗ്രൽ 0 to 2. ഓക്കെ, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു ആരാണ്? എക്സ് ആണ്. സോ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ചെയ്യുമ്പം ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? വൈ എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. 4 നമ്മൾ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്റ്റ് ടു എക്സിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്താ? വൈയിലുള്ളൊരു ഫംഗ്ഷനാണ്. നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. സോ 4 കോൺസ്റ്റൻറ്റ്, എന്ത് കിട്ടും? 4x കിട്ടും. മൈനസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്താണ്? x²/2 മൈനസ് y കോൺസ്റ്റൻ്റ് ആണ്, y അതേപോലെ എഴുതുക. അപ്പം എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് തന്നെ വരും. ഇനി അപ്പോൺ ദ ലിമിറ്റ് 0 to 1 ആണ്. എന്നിട്ട് ആ ഡി വൈ ഒക്കെ അതേപോലെ എഴുതുക. ഓക്കെ, സോ ഇൻറ്റഗ്രൽ 0 to 2. ഇനി നമ്മൾ ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇടുമ്പം ശ്രദ്ധിക്കുക, ഇവിടെ വൈക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കരുത്, എക്സുകൾക്ക് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും? 4 × 1 - 0 മൈനസ് 1/2 × 1² മൈനസ് 0² മൈനസ് y × 1 - 0 എന്ന് കിട്ടും ഇൻറ്റു ഡി വൈ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഓക്കെ, സോ വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ 0 to 2. ഇതെന്ത് കിട്ടും? 4 മൈനസ് 1/2 മൈനസ് y dy എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 4 മൈനസ് 1/2 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 7/2 എന്നും കിട്ടും. 7/2 മൈനസ് y dy. ഇനി ഇതെന്താണ്? നമ്മുടെ സാധാ ഇൻറ്റഗ്രേഷൻ പോലെ തന്നെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാം. സോ വി വിൽ ഗെറ്റ് 7/2 y മൈനസ് വൈയുടെ ഇൻറ്റഗ്രൽ y²/2 അപ്പോൺ ദ ലിമിറ്റ് 0 to 2. അപ്പോൾ വൈക്ക് എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. 7/2 × 2 - 0 മൈനസ് 1/2 × 2² മൈനസ് 0² വിച്ച് ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്തത്? വോളിയം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ v എന്ന് കൊടുക്കണം അല്ലേ? വോളിയം ഓഫ് എ സോളിഡ് ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ദ കർവ് z is equal to 4 - x - y ആൻഡ് ബൈ ദ റെക്റ്റാങ്കിൾ r is equal to 0 1 × 0 2. അപ്പോൾ അത് ഈ രീതിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റഗ്രൽ തിരിച്ച് വെച്ച് നോക്കാം. അതായത് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്? ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ 0 to 2 4 മൈനസ് എക്സ് മൈനസ് വൈ ഡി വൈ ഡി എക്സ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ഈ 5 തന്നെയായിരിക്കും. അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഹോംവർക്ക് എക്സസൈസ് ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മാറ്റിയിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. ജസ്റ്റ് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ആണ് ഡബിൾ ഇൻറ്റഗ്രലിലെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അല്ല ആദ്യത്തെ പ്രോപ്പർട്ടി ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ സി എഫ് ഓഫ് എക്സ് കോമ വൈ. ഞാൻ ഡി എക്സ് ഡി വൈ എന്ന് കൊടുക്കുന്നില്ല, പകരം ഞാൻ ഡി എ എന്ന് തന്നെ ഡിനോട്ട് ചെയ്യണം. അപ്പോൾ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ട് നമ്മൾ സാധാരണ സിംഗിൾ ഇൻറ്റഗ്രലിന് എന്താ ചെയ്യുന്നത്? സീനെ പുറത്തോട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. സെയിം തിങ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? സീനെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സി ഇൻറ്റു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എന്ന് എഴുതാൻ പറ്റും. വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണോ? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ
എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ജി ഓഫ് എക്സ് കോമ വൈ ഡി എ. അതിനെന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഫങ്ഷൻസ് ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് അഡീഷൻ ആയതുകൊണ്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. വിച്ച് ഇസ് ഇക്വലൻറ്റ് ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ പ്ലസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കോമ വൈ ഡി എ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടേം ബൈ ടേം ആയിട്ട് നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വേറൊരു എററോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ എന്തായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ. നമ്മൾ സബ്ട്രാക്ഷനായിട്ട് എടുക്കുന്നു. സബ്ട്രാക്ഷനായിട്ട് എടുത്താലും നമുക്ക് എന്തുണ്ടാവുന്നില്ല? ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. സോ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ മൈനസ് ജി ഓഫ് എക്സ് കോമ വൈ into dA equal to double integral over r എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് വൈ കോമ വൈ ഡി എ മൈനസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ് കോമ വൈ ഡി എ എന്ന് എഴുതാം. സോ ഇത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി മുമ്പ് പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. സോ ഈ ഒരു സെക്ഷന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ നമ്മളൊരു റെക്റ്റാങ്കുലർ റീജിയനിലും നോൺ റെക്റ്റാങ്കുലർ റീജിയനും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റെക്റ്റാങ്കുലർ റീജിയനിൽ ബേസിക്കലി ഇത്രയും കാര്യമുള്ളൂ. സോ ഈ പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഡൗട്ട്സ് ഉള്ളത് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇതേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആ ഒരു സെക്ഷനാണ് നോക്കുന്നത്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.